അനിതകുമാരി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാതിക്കാരിയാണ്. അനിതകുമാരി, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇന്ന് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തുന്നു. എങ്ങനെയാണ് ഈ തട്ടിപ്പുകാർ നിങ്ങളിലേക്ക് എത്തിയത്? നമ്മുടെ പഞ്ചായത്തിലും ഇവർ ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ കരമന ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒരു ഏജൻ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ സമീപിക്കുകയും നമ്മുടെ മറ്റ് മെമ്പർമാരെയും പ്രസിഡൻറ്റിനെയും ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്തു. മറ്റ് പഞ്ചായത്തുകളിൽ ഇവരുടെ ഈ ആനുകൂല്യങ്ങളൊക്കെ നടത്തി അവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോടും ഇങ്ങനെ ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തണം എന്ന് പറഞ്ഞത്. വനിതകൾക്ക് മാത്രമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഉള്ളത്. പകുതി 50% അടച്ചുകൊണ്ട് നമുക്ക് മുഴുവൻ തുകയുടെ സാധനം കൈപ്പറ്റാൻ പറ്റും എന്ന് പറഞ്ഞാണ് നമ്മളെ സമീപിക്കുകയും ആദ്യഘട്ടത്തിൽ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, കോഴിക്കോട് ഈ 3 പ്രോജക്റ്റുകളാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ പകുതി പൈസ അടച്ചാൽ സാധനം കിട്ടും, ഉടനെ തന്നെ അടച്ച് 1 മാസത്തിനകം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ വനിതകളെ വിളിച്ചു കൂട്ടുകയും അവർ പഞ്ചായത്തിൽ വന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്തി അവർ മൊത്തം പൈസ അടച്ച് അവർക്ക് സാധനം ഈ അടച്ചവർക്കെല്ലാം ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, കോഴിക്കോട് എന്നിവ കൊടുക്കുകയും ചെയ്തു. 2ാം ഘട്ടത്തിലാണ് നമുക്ക് ഈ 2 വീലർ പദ്ധതി വന്നത്. അതും ഇതുപോലെ തന്നെയാണ്, വനിതകൾക്ക് പകുതി വിലയ്ക്ക് കൊടുക്കാം, അവർക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയും ചെയ്തു, ഇത് എങ്ങനെ നിങ്ങൾക്ക് ഈ പകുതി വിലയ്ക്ക് ഇത് എങ്ങനെ മുതലാകും, കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് ലാഭം? അപ്പോഴവർ പറഞ്ഞത് അവർക്കൊരു CSR ഫണ്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളും കൂടെ നടപ്പിലാക്കിയാലേ അവർക്ക് ഈ ഫണ്ട് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അനിതകുമാരി, നോക്കൂ, ഇത് CSR ഫണ്ട് വഴിയാണ് ഇതിന്റെ ബാക്കി തുക എന്നവർ പറയുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുന്നു. അങ്ങനെ പണം നൽകുന്നത് എങ്ങനെയാണ്? അക്കൗണ്ടിലേക്കാണോ പണം നൽകിയത്? അങ്ങനെ പണം നൽകുമ്പോൾ അതിന് രേഖയായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റെസിപ്റ്റോ, ഉറപ്പോ, മുദ്രപത്രമോ, കരാറോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും തന്നിട്ടില്ലായിരുന്നു. നമ്മൾ പൈസ അടച്ചപ്പോൾ തന്നെ, നമ്മൾ ഈ 2 വീലറിന് പൈസ അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് 62,000 രൂപ നമ്മളിൽ നിന്ന് കൈപ്പറ്റുകയും 52,000 രൂപയുടെ റെസിപ്റ്റ് മാത്രമാണ് നമുക്ക് തരികയും ചെയ്യുന്നത്. അല്ലാതെ വേറെ യാതൊരുവിധ രേഖകളോ ഒന്നും അവർ നമുക്ക് തന്നിട്ടില്ല. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവരെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഓരോ ഒഴിവുകൾ പറയുകയായിരുന്നു, അടുത്ത മാസം തരാം, അടുത്ത മാസം 10-ാം തീയതി അല്ലെങ്കിൽ അവസാനം, ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തട്ടിപ്പ് അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ 10 പേര് പോത്തങ്കോട് സ്റ്റേഷനിൽ പരാതി നൽകുകയും അതിനുമായിട്ട് CI ആയിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടതിൽ അനന്തു കൃഷ്ണൻ ഉണ്ടോ? അനന്തു കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ ആരുമായിട്ടാണ് നിങ്ങളുടെ ഇടപാടുണ്ടായിരുന്നത്? നമുക്ക് അനന്തു കൃഷ്ണനുമായിട്ടൊന്നും ഇടപാടില്ല. നമ്മുടെ പഞ്ചായത്തിൽ വന്നത് കരമന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ഏജൻറ്റ്, ഒരു വിജയദാസാണ് നമ്മുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ കാശെല്ലാം കൊടുത്തത്. ശരി, അവരുടെ ഉറപ്പുകൾ വിശ്വസിക്കുകയായിരുന്നു. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്യാഷ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയത് അദ്ദേഹമാണ്. അതെ, അവരെ ഉറപ്പ് വിശ്വസിക്കുന്ന വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുമൊക്കെ 2 വീലറിൻ്റെ പൈസ ബുക്ക് ചെയ്തു, അവർക്ക് 1-2 വാഹനങ്ങളൊക്കെ കിട്ടി. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരാണ് കുടുംബശ്രീന്നും ഒക്കെ ലോണും എടുത്തൊക്കെയാണ് വനിതകളാണ് അവർ വനിതകളുടെ സ്കീമാണെന്ന് പറഞ്ഞിട്ട് ലൈസൻസ് എല്ലാം വനിതകളുടേതാണ്. അപ്പോൾ അവർ കുടുംബശ്രീന്നും മറ്റുമൊക്കെ ലോണും ഒക്കെ എടുത്താണ് ഈ പൈസ അടച്ചത്. അപ്പോൾ അത് വളരെ ഒരു തട്ടിപ്പിനിരയായപ്പോൾ എല്ലാവരും വളരെ മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിലാണ്. കുറച്ചു പേർക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഞാനടക്കം. മനസ്സിലായി, അതാണ് അവരുടെ തട്ടിപ്പിന്റെ പൊതുവിലുള്ള ഒരു രീതി എന്നുള്ളത് കൂടിയാണ്.